Programming Lab for Complementary Paper. Dear students, today we will discuss about the program. Find the number of words in a given string. So number ഒരു given ഒരു string എൻ്റർ ചെയ്യും, ഒരു സെന്റൻസ് എൻ്റർ ചെയ്യും. ആ സെന്റൻസ് എൻ്റർ ചെയ്തതിനു ശേഷം അതിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യിപ്പിക്കുക, എത്ര എണ്ണം ആ നമ്പർ കൗണ്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എന്ന് പറയുന്നത് ഒരു w3resource.com. ഇവിടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേർഡ് ഇതാണ് ദിസ്, സെക്കൻഡ് വേർഡ് ദിസ് ആൻഡ് തേർഡ് വേർഡ്. അപ്പൊ ഇവിടെ ഇത് കംപ്ലീറ്റ് ഒരു വേർഡാണ്. നമുക്ക് ഈ വേർഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ആണ് നോക്കുന്നത്. എത്ര സ്പേസ് ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്താൽ മതി. ഇവിടെ 2 സ്പേസ് ഉണ്ട്, അത് 2+1 3 വേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ വേർഡിനെ എടുക്കും നമുക്ക് സ്പേസ് അലൗഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്പേസ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വേർഡ്സിന്റെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോഴ്സ് കോഡ് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, വോയിഡ് മെയിൻ, ക്യാരക്ടർ അറേ, ഒരു ക്യാരക്ടർ അറേ a of 100 കൊടുത്തിട്ടുണ്ട്. ലെങ്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ വാല്യൂ റീഡ് ചെയ്യാൻ i, ലൂപ്പ് ഇൻക്രിമെന്റ് വേരിയബിൾ. ദെൻ വേർഡ് അത് കൗണ്ട് ചെയ്യാൻ, കൗണ്ട് ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ വേർഡ് ഈസ് ഈക്വൽ ടു 1. എൻ്റർ എ സ്ട്രിങ്, ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുക. സെന്റൻസോ സ്ട്രിങ്ങോ നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഗെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഡാറ്റ റീഡ് ചെയ്തു. സോ എ എന്ന് പറഞ്ഞ ആ വേരിയബിളിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു ക്യാരക്ടർ അറേയാണ്. അപ്പൊ അതിലോട്ട് ഓരോ ക്യാരക്ടർ 1 by 1 ആയിട്ട് അതിൽ ആ അറേയിൽ സ്റ്റോർ ചെയ്ത് കിട്ടി. സോ അറേയിൽ ഡാറ്റയിലെ ലെങ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് എന്ത്, strlen. അപ്പൊ നമുക്കൊരു string ഡോട്ട് എച്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് string ഡോട്ട് എച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ strlen സ്ട്രിങ്ങിന്റെ ലെങ്ത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തഡാണ് strlen. strlen ഏതുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള അറേയിലുള്ള വാല്യൂസിലെ സ്ട്രിങ്, അതിൽ ആ സ്ട്രിങ്ങിലുള്ള ലെങ്ത് എത്രയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ആ len എന്നുള്ള വേരിയബിൾ അസൈൻ ചെയ്യും. Then for i is equal to 0, i less than n, i++. അപ്പോൾ ഐയുടെ വാല്യൂ ആ ഒരു ഡാറ്റയിൽ നിന്ന് റീഡ് ചെയ്യാണ്. അതായത് ഇവിടെ ഈ ഒരു ക്യാരക്ടർ അറേയിൽ നിന്ന് 1 by 1 ആയിട്ട് റീഡ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ അത് ഇഫ് a of i നോട്ട് ഈക്വൽ ടു ഉണ്ടോ, ഇവിടെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, സ്പേസ് ആണ് കൊടുത്തുള്ളത്. സ്പേസ് ഡബിൾ കോഡ്സ് സിംഗിൾ കോഡിലാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഒരു ക്യാരക്ടർ ആയിട്ടാണ് സ്പേസ് ഇവിടെ റീഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സ്പേസിന്റെ പോർഷൻസ് വരുമ്പോൾ അതുപോലെ ആൻഡ് കൂടാതെ a+i is equal to this one. അപ്പോൾ സ്പേസ് വീണ്ടും കൗണ്ട് ചെയ്യാണ്. അപ്പൊ ആ സ്പേസിന്റെ ഈക്വൽ എന്ന കണ്ടന്റ് വരികയാണ് സ്പേസ്. ഇനി സ്പേസ് എത്ര സ്പേസ് ഉണ്ടോ നോക്കിയിട്ടാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സ്പേസ് കൗണ്ട് ചെയ്യാൻ പറയാണ്. ദാറ്റ് ഈസ് വേർഡ് ഇസ് ഈക്വൽ ടു വേർഡ് +1. ഈ സ്പേസസ് കൗണ്ട് ചെയ്യുക. അപ്പൊ ആ സ്പേസ് കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഓരോ തവണയും ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വേർഡ് ഇസ് ഈക്വൽ ടു 1 ഫസ്റ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോർ i is equal to 0, i less than len, i++. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ആ അറേ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ അറേന്റെ ലെങ്ത് വെച്ചിട്ട് അറേ റീഡ് ചെയ്യാൻ. റീഡ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇഫ് a of i, ഫസ്റ്റത്തെ a of i എന്നുള്ള ഫസ്റ്റത്തെ ക്യാരക്ടർ, ആ ക്യാരക്ടറിന്റെ ഭാഗത്ത് ഇവിടെ സ്പേസ് ആണോ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സ്പേസ് ആണോ ചെക്ക് ചെയ്യുക. ഇനി വേറെ കേസ് ഒക്കെ ആൻഡ് കൂടാതെ a of i+1 നെക്സ്റ്റ് ഭാഗം രണ്ടാമത് വരുന്നവരും അതും സ്പേസ് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ ഈക്വൽ ടു സ്പേസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ സ്പേസിന്റെ പോർഷൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. എത്ര സ്പേസ് ഉണ്ട് നോക്കിയിട്ട് അതിനേക്കാൾ 1 ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിങ് സിംഗിൾ വേർഡ് ആണെങ്കിലോ, അതുകൊണ്ടാണ് ഇവിടെ വേർഡ് ഇസ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്ത് കൊടുത്തത്. സ്പേസസ് ഒന്നുമില്ല. നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന ആ ടെക്സ്റ്റ് ക്യാരക്ടർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ സ്പേസസ് ഒന്നും കൗണ്ട് ചെയ്തില്ലെങ്കിലും 1 വേർഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് വേർഡ് ഇസ് ഈക്വൽ ടു 1 സെറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടെ. ഓക്കെ, സോ വേർഡ് ഇസ് ഈക്വൽ ടു ഒരു സ്പേസ് കണ്ടെത്തിയാൽ 2 വേർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. 2 സ്പേസ് ഉണ്ടെങ്കിൽ 3 വേർഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വേർഡ് ഇസ് ഈക്വൽ ടു വേർഡ് +1 ഓരോന്നും ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ആ രൂപത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ സ്ട്രിങ്, ഐ ആം ദ പീപ്പിൾ, ഒരു വേർഡ്. എൻ്റർ ദർ ആർ 4 വേർഡ്സ് ഇൻ ദ സ്ട്രിങ്. അല്ലോ, അവിടെ സ്പേസ് കൗണ്ട് ചെയ്തു. 1 2 3 സ്പേസ് കൗണ്ട് ചെയ്തു, +1 ആഡ് ചെയ്തു, അപ്പൊ 4 കിട്ടി. വേറെ ഒന്നുകൂടെ നമ്മളിവിടെ ഒരു സിംഗിൾ വേർഡ് ആണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഗുഡ് എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്തു. ഇപ്പൊ സിംഗിൾ വേർഡ് ഉള്ളു വേർഡ് അല്ലെ. എൻ്റർ അടിച്ച് നോക്കി, ഉണ്ടോ 1 വേർഡ്. കാരണം സ്പേസ് ഒന്നും കൗണ്ട് ചെയ്തില്ല. കൗണ്ട് ചെയ്തില്ലെങ്കിലും വേർഡ് +1 എന്നുള്ള ഭാഗത്തിൽ ആ +1 വരില്ല. അപ്പൊ വേർഡ് എന്ന് പറഞ്ഞ ഭാഗം മാത്രമല്ല. അതുകൊണ്ട് ഫസ്റ്റ് വേർഡ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരുന്നത് വേർഡ് ഇസ് ഈക്വൽ ടു 1. അതുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. വേറെ ലാസ്റ്റ് ഒന്ന് നോക്കി. മൈ വീക്ക്നെസ് ഈസ് മൈ സ്ട്രെങ്ത്. നോക്കി എത്ര വേർഡ് ഉണ്ട്, 1 2 3 4 5 വേർഡ്സ് ഉണ്ട് അല്ലേ. അല്ലോ, 5 വേർഡ്സ് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ. സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.